അതിനു മുൻപ് ശ്രീജിത്ത് പണിക്കർ നോക്കൂ, ഇവിടെ ഇപ്പോൾ സർക്കാർ പല വിധത്തിൽ ഇത് വിവാദമാകുന്ന ഒരു സാഹചര്യത്തിൽ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആ നിയമനം റദ്ദാക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് തന്നെ രാജി ചോദിച്ച് വാങ്ങുകയാണ്. അതിനുമപ്പുറം ഈ കാര്യങ്ങളിൽ എവിടെ വീഴ്ച വന്നു എന്നതിൻ്റെ പരിശോധന ആവശ്യമില്ലേ? ഇവിടെ ഇപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടന്ന ഗൂഢാലോചനയായിരുന്നു, ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ നടന്ന ഗൂഢാലോചനയായിരുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണം. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന ചില കൂടിക്കാഴ്ചകൾ, അതിന്റെ ഫോട്ടോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ മതിയായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതും സംശയമാണ്. അതുമായി കൂട്ടിച്ചേർത്തുകൂടി ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഞങ്ങൾ തിരുത്തി എന്നതിൽ മാത്രം അവസാനിക്കുമോ കാര്യങ്ങൾ? രേണു, ഞാൻ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിനോടൊപ്പമാണ്. അത് പറയുന്നതിന് മുമ്പ്, അതിൻ്റെ മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം ശ്രീ വസന്തിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാം. അദ്ദേഹമാണല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി. ശ്രീ കെ ബി പ്രദീപിന് ഈ ഒരു നിയമനം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലായിരുന്നു എന്നതിനെക്കുറിച്ച് സർക്കാരിന് അറിയാമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്, അറിയില്ലായിരുന്നു എന്നാണോ? അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞതിന് ശേഷം തുടരാം. അല്ല, അതിൻ്റെ അകത്ത് ഉത്തരം എന്താണെന്നറിയാം. അത് നേരത്തെ പ്രിജി പറഞ്ഞതിനും കൂടെ കൂട്ടി ഒറ്റ വരിയിൽ ഉത്തരം പറയാം. കെ ബി പ്രദീപ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കാലത്തൊഴിഞ്ഞ ആളാണ്. അതായത് നിലവിൽ അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് അല്ല. ഒന്ന്. രണ്ട് ഒരു 10 സെക്കൻഡ് കൂടെ അല്ല പറ്റും. അങ്ങനല്ലെന്നേ. എന്താ പ്രിജി പഠിച്ച അതേ ബാർ കൗൺസിൽ. എന്റെ പ്രിജി മണ്ടത്തരം പറയരുത്. ആ കേസിൽ നിന്ന് നേരത്തെ രേണു തന്നെ പറഞ്ഞു സ്മാർട്ട് ക്രിയേഷൻസിനെ കക്ഷിയല്ലെന്ന്. ആ കേസിൽ കക്ഷിയല്ലെന്ന്. പിന്നെ വിവരക്കേടാ പറയുന്നത്. റൂൾസ് ഒന്ന് വായിക്കും, അത് പോലും മിനിമം ഒരു കാര്യം ചെയ്യാം. അല്ലെന്നേ, എന്ത് വിവരക്കേടാ ഇതേ പറയുന്നത്? സ്മാർട്ട് ക്രിയേഷൻസ് ആ കേസിൽ കക്ഷിയാണ്. പ്രിജി അഭിഭാഷകനല്ലേ? സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പൊ ആ കേസിൽ അല്ലെന്ന് വിടുന്ന അത് വിട്. പറഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും വിവരമില്ല, മണ്ടത്തരമാണ്, ബുദ്ധിശൂന്യതയാണ്. ബുദ്ധിശൂന്യത പറഞ്ഞ അപാര പാണ്ഡിത്യം. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അങ്ങ് ഉടനെ തന്നെ സുപ്രീം കോടതിയുടെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് പോകണ്ട. താങ്കൾ പറയൂ വസന്ത്, വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട. താങ്കൾ അത് പറയൂ. മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. സുപ്രീം കോടതിയിൽ ജഡ്ജിയാവാൻ പറ്റും. കാരണം ഈ പ്രദീപിനെയൊക്കെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കേസിൽ കക്ഷിയാണോ? എനിക്ക് താല്പര്യം. രേണു പറഞ്ഞതിനെ വിശ്വാസം എടുത്താൽ ആ കേസിലെ കക്ഷി സ്ഥാനത്ത് നിന്ന് കോടതി അവരെ ഒഴിവാക്കിയതാണ്. അപ്പൊ പിന്നെ എങ്ങനെ ആ കേസിൽ അവർ കക്ഷിയാവുന്നത്? ആ കേസ് തന്നെ അല്ലേ? എന്റെ പൊന്നു പ്രിജി, അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമനം നിങ്ങൾക്ക് നിലവിൽ പോലും നിയമവേദികളിൽ ചോദ്യം ചെയ്യപ്പെടാം. അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. നിയമിച്ചുവെങ്കിൽ പോലും ആ കേസിൽ അപ്പിയർ ചെയ്യാതിരുന്നാൽ പോരെ എന്നൊരു വാദമുണ്ട്. ആ കേസിൽ അപ്പിയർ ചെയ്യാതിരുന്നാൽ പോരെ എന്നൊരു വാദമുണ്ട്. അല്ല, ഒരു സെക്കൻഡ് ഇനി ഞാൻ സംസാരിക്കട്ടെ. ശ്രീ പ്രജി, ഇനി ഞാൻ സംസാരിക്കട്ടെ. നോക്കൂ, ഞാൻ ഇതിന്റെ ഈ ടെക്നിക്കാലിറ്റിയിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് ശ്രീ വസന്തനോടുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യം, ശ്രീ കെ ബി പ്രദീപിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന് അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നു എന്നതിനെക്കുറിച്ച് അറിയാമായിരുന്നോ എന്നുള്ളത് മാത്രമാണ്. വക്കാലത്ത് ഒഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ അഡ്വക്കേറ്റാണ് അദ്ദേഹം എന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ വസന്തിന്റെ മറുപടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്, സർക്കാരിന് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് തന്നെയാണ്. ബാക്കിയെല്ലാം അദ്ദേഹം ലീഗൽ ഇൻട്രിക്കസീസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം അന്വേഷണം നടക്കുന്ന ഒരു കേസ്, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസ്, ഹൈക്കോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കേസ്, ആ കേസിൽ ഭക്തരുടെ സ്വർണം സംരക്ഷിക്കുന്നതിന് നിയമപരമായും ധാർമ്മികമായും ബാധ്യതയുള്ള സംസ്ഥാന സർക്കാർ ആ കേസിൽ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് ആരോപിക്കപ്പെടുന്ന, എവിടെ വെച്ചാണോ സ്വർണം വേർതിരിച്ചെടുത്തിരിക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ വക്കീലായി പ്രവർത്തിച്ചിരുന്ന ഒരാളിന് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ ഒരു നിയമനം നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്നലെ ഞാൻ ഈ വിഷയത്തിനെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയാണ്. സ്വർണം സംരക്ഷിക്കേണ്ടുന്ന സർക്കാർ അത് തട്ടിയെടുത്തയാളിന്റെ വക്കീലിനെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. ശ്രീ കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞതാലോചിച്ച് നോക്കൂ, അത് ട്രോളാണ് എന്നും അതൊരു കുത്താണ് എന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്ന പല ആൾക്കാരുണ്ട്. എന്തൊക്കെയായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പുറത്ത് നിന്നിരുന്ന ഒരാൾ ഇപ്പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് കേസിന് നല്ലതല്ലേ എന്നാണ്. എന്ന് വെച്ചാൽ വക്കാലത്തൊഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അപ്പുറത്ത് നിന്നയാളാണ് എന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിന്, ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. നോക്കൂ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ലീഗൽ ഇൻട്രിക്കസീസിലേക്കൊന്നും ആരും പോകുന്നില്ല. LDF ഭരണത്തിലിരിക്കുന്ന സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നീതിപൂർവകമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ള ഒരു ആശങ്കയായിരുന്നു ഇവിടുത്തെ വിശ്വാസികൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ മാറി വന്ന സമയത്ത് ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമുണ്ടായി. പക്ഷെ ഈ നിയമനം നടത്തുമ്പോൾ ഈ അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസം തിരികെ റെസിപ്രൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈ സർക്കാർ ബാധ്യസ്ഥമാണ് എന്ന് കരുതിയ ആൾക്കാരോട് ഈ സർക്കാർ പുച്ഛിക്കുകയാണ്, അവരുടെ മുഖത്ത് നോക്കി തുപ്പുകയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. കാരണം സാധാരണഗതിയിൽ ഒരു സീനിയർ ഗവൺമെന്റ് പ്ലീഡറാണ് ദേവസ്വത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായിട്ട് ഒരാളിനെ വെക്കുന്നു. ഏതെങ്കിലും ഒരു ദേവസ്വത്തിനല്ല, എല്ലാ ദേവസ്വത്തിൻ്റെതും കൂടിയിട്ടുള്ള ഒരു ഓവർ ആർച്ചിങ് ആയിട്ടുള്ള ഒരു ചുമതലയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർക്ക് സബ്ജക്ട് ടു കറക്ഷൻ, ഞാൻ ഒരു ലീഗൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ആണ് എങ്കിൽ സാധാരണഗതിയിലുള്ള റിട്ടയർമെന്റ് ഏജ് അദ്ദേഹത്തിന് ബാധകമാവില്ല എന്നാണ്. എന്ന് വെച്ചാൽ സർക്കാരിന്റെ താല്പര്യത്തിന് വേണ്ടി ഈ കേസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണയുള്ളപ്പോൾ ഈ ഒരു നിയമനത്തിന് വേണ്ടി ഒരു പദവി ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ ഇവിടെ പ്രതിഷ്ഠിച്ചു. 2, ഇനി ലീഗൽ ഇൻട്രിക്കസീസിലേക്ക് പോയാലോ, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിനെ തടയുന്ന നിയമങ്ങൾ അഡ്വക്കേറ്റ്സ് ആക്ടിലുണ്ട്. അതിനെ തുടർന്നിട്ടാണ് നേരത്തെ ശ്രീ പ്രജി പറഞ്ഞതുപോലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ആ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു വക്കാലത്തൊഴിഞ്ഞു എന്നുള്ള കാരണത്താൽ മാറുന്നില്ല. കാരണം ആ കേസിന്റെ പെൻഡൻസിയാണ് ഇപ്പോഴും. ആ കേസ് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി അദ്ദേഹം ഒരു വാദത്തിന് വേണ്ടി പറയുകയാണ്, അദ്ദേഹം ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡറാണ്, കേസ് നടക്കാൻ പോകുന്നത് മറ്റൊരു കോടതിയിലാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ ശ്രീ പ്രദീപിന് കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്സസ് ആണ്. അതായത് നാളെ ഈ ഒരു കേസ് ഇതിന്റെ കുറ്റപത്രത്തിലേക്ക് പോകും, വിചാരണയിലേക്ക് പോകും. ആ സമയത്ത് സർക്കാരും ദേവസ്വം ബോർഡും എന്ത് തരത്തിലുള്ള സമീപനമാണ് കൈക്കൊള്ളുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായിട്ടുള്ള ഒരു അടുപ്പം കാരണം ശ്രീ പ്രദീപിന്റെ കയ്യിലേക്ക് വരുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാകും. അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാകും. സർക്കാർ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് എന്താണ്, ദേവസ്വം ബോർഡ് പറയാൻ പോകുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ രേഖകളാണ്, ഏതൊക്കെ റിപ്പോർട്ടുകളെയാണ് ആശ്രയിക്കാൻ പോകുന്നത്, ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ലോയൽറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രതിഭാഗത്തിന് അത് എത്തിച്ചു കൊടുക്കുമെന്ന രീതിയിലത്തേക്കോ അവർക്ക് സഹായിക്കുമെന്ന രീതിയിലത്തേക്കോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം നാളെ പ്രതിപക്ഷം ഇവിടെ ഉന്നയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരൊറ്റ മറുപടി പറയാനായിട്ടുണ്ടാവില്ല. തന്നെയല്ല, ഇനി നമ്മൾ ഇതിനകത്തിൽ കാണുന്നത് ഒരാളിൻ്റെതായിട്ടുള്ള പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കോടതിയിൽ മാത്രമാണോ ശ്രീ KB പ്രദീപ് അപ്പിയർ ചെയ്തിരിക്കുന്നത്? അദ്ദേഹം കോടതിയിൽ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് അപ്പിയർ ചെയ്തിരിക്കുന്ന ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ മുന്നിലല്ലേ? അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ? എല്ലാ മാധ്യമങ്ങളോടും അദ്ദേഹം പറഞ്ഞത് സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരു തരത്തിലും ശബരിമലയിൽ നിന്നുള്ള പ്യുവർ ആയിട്ടുള്ള ചെമ്പല്ലാതെ മറ്റൊരു വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നാണ്. ശബരിമലയിലെ നിന്ന് എത്തിച്ചിരിക്കുന്ന പാളികൾ, അത് ഈ ദ്വാരപാലക പാളികൾ ഉൾപ്പെടെ അത് ചെമ്പ് മാത്രമാണ്, ശുദ്ധമായിട്ടുള്ള ചെമ്പാണ് എന്ന് പറഞ്ഞു. അതിൽ ഒരു തരത്തിലുള്ള പ്ലേറ്റിങ്ങും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു പടി കൂടി കടത്തി അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു സാധനം എടുത്താൽ അതിൽ സ്വർണം പൂശുകയോ ക്ലാഡ് ചെയ്യുകയോ ചെയ്തിരിക്കാൻ പാടില്ല. സ്വർണമല്ലാതെ ഇനി മറ്റേതൊരു വസ്തുവും അങ്ങനെ ക്ലാഡ് ചെയ്യുകയോ പൂശുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ എടുക്കുന്നതാണ് അവരുടെ പ്രോട്ടോകോൾ. ഇതില്ലാത്ത കാര്യങ്ങൾ എടുക്കുകയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന SITയുടെ അന്വേഷണ വിവരങ്ങൾ അനുസരിച്ച്, കോടതി വെറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വസ്തുതാവിരുദ്ധമാണ്. സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ നുണയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്ന ആളിന്റെ പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചാണെങ്കിലും പ്രൊഫഷണൽ ഇന്റഗ്രിറ്റിയെ കുറിച്ചാണെങ്കിലും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചാണെങ്കിലും അദ്ദേഹം ഈ കേസിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നതിനെ കുറിച്ച് സർക്കാരിന് പ്രയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്ന കാര്യവും കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ എന്റെ അവസരം നിർത്താം. ഞാൻ ചോദിക്കുന്നത്, ഈ ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പഴയ അംഗരക്ഷകരുമായി ചേർന്നിട്ട് ഒരു കേസുണ്ട്. ആ കേസ് നടപ്പാക്കുന്ന സമയത്ത് അതിലെ അംഗരക്ഷകർക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാരുണ്ട്. ആ വക്കീലന്മാരിൽ ആരെയെങ്കിലും നാളെ ഇതേ ആഭ്യന്തര വകുപ്പിന്റെ കേസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്ലീഡറായിട്ട് കൊണ്ടുവന്നാൽ ഇതേ ന്യായം പറഞ്ഞുകൊണ്ട് വക്കാലത്തൊഴിഞ്ഞു, വേറെ താല്പര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ അവരെയും ന്യായീകരിക്കാൻ നിൽക്കുമോ? നവീൻ ബാബുവിന്റെ കേസ്
നവീൻ ബാബുവിന്റെ കേസിലാണ് ഇതേപോലത്തെ ഒരു കാര്യം വരുന്നത് എങ്കിൽ അതിൽ കുടുംബത്തിന്റെ താല്പര്യം എന്താണ് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. നാളെ PP ദിവ്യയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്ന ഒരു വക്കീലിനെ ശരി എന്നാ ഇപ്പുറത്ത് കൊണ്ടുവന്നു, നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മുടെ കേസ് സ്ട്രോങ് ആകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും പ്ലീഡറാക്കാനായിട്ട് ചെന്നാൽ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർ അംഗീകരിക്കുമോ എന്ന് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുമ്പോൾ എല്ലാ കോൺഗ്രസ്സുകാർക്കും അല്ലെങ്കിൽ നേതാക്കന്മാർക്കും ഒക്കെ ഇതിൽ സമ്മതമുണ്ടായിരുന്നോ അല്ലെങ്കിൽ അവരോട് ആലോചിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇന്ന് സണ്ണി ജോസഫ് പറയുന്നത് ഇത് കെ മുരളീധരൻ അറിഞ്ഞുകൊണ്ടാണെന്ന്. കെ മുരളീധരൻ ഇന്നലെ പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ പ്രത്യേക അധികാരമാണ്, മുഖ്യമന്ത്രിയാണ് ചെയ്തതെന്ന് പറയുന്നു. ഇന്ന് പറയുന്നു അങ്ങനെയാണെങ്കിലും എനിക്കും ഉത്തരവാദിത്തമുണ്ട്, മന്ത്രിസഭാ യോഗത്തിൽ ഞാൻ പങ്കെടുത്തില്ല എങ്കിലും മന്ത്രിസഭയുടെ തീരുമാനത്തിൽ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആർക്കാണ് ഉത്തരവാദിത്തം എന്ന കാര്യത്തിൽ സംശയം നിൽക്കുകയാണ്. ശ്രീ MN കാരശ്ശേരി, ഇവിടെ ഇപ്പോ ഈ സർക്കാർ നോക്കൂ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയമനങ്ങളിലെ U-ടേൺ എടുത്താൽ തന്നെ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. ഈ പിണറായി വിജയൻ സർക്കാരിൽ, 1ാം പിണറായി സർക്കാരായാലും 2ാം പിണറായി സർക്കാരായാലും ഒക്കെ ഈ ബന്ധു നിയമനം നമ്മൾ എങ്ങനെയാണ് ചർച്ച ചെയ്തത് എന്നതറിയാം. വളരെ മികച്ച ഒരു വ്യക്തിയാണ്, വലിയ കാര്യശേഷിയുള്ള ഒരാളാണ്. അയാളെപ്പോലൊരാൾ, എൻ്റെ ബെന്നി തോമസിനെ പോലൊരാൾ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വേണം, എന്നാലേ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സണ്ണി ജോസഫ് അതിനെ ന്യായീകരിച്ചത്. പക്ഷേ അത് വലിയ വിവാദമാകുമ്പോൾ അത് റദ്ദാക്കിക്കൊണ്ട് രാജിവെപ്പിച്ചുകൊണ്ട് മുഖം രക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ അടുത്ത നിയമനം, അവിടെയും രാജി മുഖ്യമന്ത്രി നേരിട്ട് ചോദിച്ചു വാങ്ങി രക്ഷിക്കുന്നു അല്ലെങ്കിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിനപ്പുറം ഈ 2 രാജികളും തെറ്റ് സമ്മതിക്കലല്ലേ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന സമ്മതമല്ലേ ഈ രാജിയിലൂടെ വ്യക്തമാകുന്നത്? അതിനും അപ്പുറം ഉണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ ഡയറക്ടറെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതിന് സ്ഥലം മാറ്റുന്നതിൽ കുഴപ്പമില്ല, സ്ഥലം മാറ്റാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാണ് എന്ന് തെളിവ് സഹിതം പുറത്തു വരികയാണ്. അവർ 15 ദിവസം അവധി ചോദിച്ചു എന്ന് പറയുന്നു. പക്ഷേ 2.5 ദിവസത്തെ അവധി മാത്രമാണ് ചോദിച്ചത്, കാഷ്വൽ ലീവാണ് ചോദിച്ചത്. അവർ മറ്റ് ചില റിപ്പോർട്ടുകളിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.